ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിയ 2 കാസ്റ്റ് അയൺ കുക്ക്വെയറിനെ കുറിച്ച് പറയാനാണ്. ഈ 2 ചട്ടികളും 2 പാത്രങ്ങളും ആമസോൺ ബേസിക്സ്, അതായത് ആമസോണിൻ്റെ തന്നെ ബ്രാൻഡിൻ്റെയാണ്. ഒന്ന് ഒരു കടായി മോഡൽ ചീനച്ചട്ടി മോഡൽ ഒരു കാസ്റ്റ് അയൺ വോക്കാണ് ഞങ്ങൾ വാങ്ങിയത്. മറ്റേത് ഒരു സ്കില്ലറ്റ് പാൻ, അതായത് ഒരു നീണ്ട കൈയുള്ള ഒരു സ്കില്ലറ്റ് പാനാണ് വാങ്ങിയത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാസ്റ്റ് അയൺ ഉപയോഗിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജസ്, നല്ല ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അയൺ കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓരോ പ്രാവശ്യം ഭക്ഷണം ഉണ്ടാക്കും തോറും ഇതിൽ നിന്ന് കുറച്ച് അയൺ നമ്മുടെ ഫുഡിലേക്ക് കയറുകയും നമുക്ക് അത്യാവശ്യം അയൺ നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾസിൽ കിട്ടുകയും ചെയ്യും. പിന്നെ ഒന്ന്, നമ്മൾ ഓരോ പ്രാവശ്യം ഈ പാത്രങ്ങൾ ഉപയോഗിക്കും തോറും ഇതിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫ് ലോങ് ഈ ഒരൊറ്റ ഒരു ചട്ടി, നമ്മളൊരു ചട്ടി വാങ്ങിയാൽ അത് നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് അയൺ ആയതുകൊണ്ട് തന്നെ, കാസ്റ്റൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടാവുകയും നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നേരം ചൂട് നിലനിൽക്കുകയും ചെയ്യും. അപ്പം ഇത് ഞാൻ പറഞ്ഞ പോലെ ആമസോൺ ബേസിക്സിൻ്റെ ഹെവി ഡ്യൂട്ടി പ്രീ സീസൺഡ് കാസ്റ്റ് അയൺ വോക്കാണ്. ഈ 2 ചട്ടികളും പ്രീ സീസൺഡ് തന്നെയാണ്, അതായത് ഓൾറെഡി സീസൺ ചെയ്തതാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് 14 ഇഞ്ചാണ് ഇതിൻ്റെ ഡയമീറ്റർ, ഇതിൻ്റെ സൈസ് 14 ഇഞ്ചാണ്, ഏകദേശം 36.5 സെൻറ്റിമീറ്റർ. നല്ല വെയിറ്റാണ്, സാധാരണ ചട്ടികളെക്കാളും കൂടുതൽ വെയിറ്റാണ് കാസ്റ്റ് അയൺ ചട്ടികൾക്ക്. ഈ ഒരു ചട്ടിക്ക് ഏകദേശം 4 കിലോ, 3.5 മുതൽ 4 കിലോ വരെ വെയിറ്റ് ഉണ്ടാവും. ഈ ഒരു കടായി, ഈ ഒരു ചീനച്ചട്ടിയുടെ 2 സൈഡിലും ഹാൻഡിൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് എക്സ്ട്രാ വേണമെങ്കിൽ കവേഴ്സ് വാങ്ങിയിടാം. അടുത്തത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആമസോൺ ബേസിക്സിൻ്റെ തന്നെയാണ്. ഇതും പ്രീ സീസൺഡ് ആണ് ഒരു സ്കില്ലറ്റ് പാന്. ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് ഇപ്പം ഇതൊരു എക്സ് ലാർജ് സൈസാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 4 സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലാർജ്, എക്സ് ലാർജ്, എക്സ് ലാർജും ട്രിപ്പിൾ എക്സ് ലാർജും. ഞങ്ങളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് എക്സ് ലാർജ് ആണ്. എക്സ് ലാർജ് എന്ന് പറയുമ്പം 12 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ്. ഇതും നല്ല വെയിറ്റ് ഉണ്ട്, സാധാരണ പാത്രങ്ങളെക്കാളും കൂടുതൽ വെയിറ്റാണ് കാസ്റ്റ് അയൺ പാത്രങ്ങൾക്ക്. അപ്പം ഇതും ഏകദേശം 4 കിലോയോളം വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്നതിനിടയിൽ നമ്മൾ സാധാരണ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ടോസ് ചെയ്യുന്ന പോലെ ഇത് ടോസ് ചെയ്യാൻ പറ്റില്ല, കയ്യിലെടുത്തിട്ട് ടോസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സ്കില്ലറ്റ് പാനിന് ഒരു വലിയൊരു കൈയും പിന്നെ ചെറിയൊരു ഹാൻഡിലുമാണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. അപ്പം ഇതിന് വേണമെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രാ ഒരു കവർ ഹാൻഡിലിന് വെക്കാം, ചൂട് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ കാര്യത്തിനും, അതായത് നമുക്ക് ഫ്രൈ ചെയ്യാൻ, പിന്നെ കറി വെക്കാൻ, അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ, എന്തും നമ്മളെന്ത് സാധാരണ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ കാസ്റ്റ് അയൺ ചട്ടികളിൽ ചെയ്യാൻ പറ്റും. ഈ 2 ചട്ടികൾക്കും ആമസോൺ 1 വർഷത്തെ വാറൻറ്റിയാണ് നൽകുന്നത്. പിന്നെ ഇതിനെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കിത് ഡിഷ് വാഷറിൽ വാഷ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ കൈകൊണ്ട് തന്നെ വാഷ് ചെയ്യണം. നമുക്കിത് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം, അതായത് നമുക്ക് സ്റ്റവിൽ ഉപയോഗിക്കാം, ഇൻഡക്ഷനിൽ ഉപയോഗിക്കാം, അവനിൽ വരെ, അതായത് 260 ഡിഗ്രി വരെ അവനിൽ വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ സ്റ്റവിൻ്റെ ടോപ്പ്, അതായത് ഗ്ലാസ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണെങ്കിൽ നമ്മളൊന്ന് സൂക്ഷിക്കണം, കാരണം ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്. ഇത് എടുത്ത് വെക്കുമ്പോൾ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ 2 ചട്ടികളും പ്രീ സീസൺഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സീസൺ ചെയ്യാതെ ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ആദ്യത്തെ യൂസിന് മുന്നേ നമുക്ക് പാത്രം കിട്ടിയതിന് ശേഷം നല്ല ചൂടുവെള്ളത്തിൽ നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. ആദ്യത്തെ പ്രാവശ്യം കഴുകുമ്പം സോപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ചൂടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം നല്ലോണം ഡ്രൈ ചെയ്തെടുക്കുക. എപ്പോഴും കാസ്റ്റ് അയൺ ഒരു മീഡിയം ഫ്ലെയിമിൽ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് തന്നെ, ഡിഷ് വാഷറിലൊന്നും യൂസ് ചെയ്യാതെ കൈ കൊണ്ട് തന്നെ ഇളം സോപ്പിൽ ചൂടുവെള്ളത്തിൽ നല്ലോണം ഒന്ന് ബ്രഷൊന്നും യൂസ് ചെയ്യാതെ കൈ കൊണ്ട് തന്നെ കഴുകിയെടുക്കാം. എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ചട്ടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക. പാത്രം കഴുകിയതിന് ശേഷം എപ്പോഴും നല്ലോണം ഡ്രൈ ചെയ്തെടുക്കണം, കാരണം ഇത് അയൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമുണ്ടെങ്കിൽ അത് പെട്ടെന്ന് റസ്റ്റായി പോവും. അതുകൊണ്ട് തന്നെ നല്ലോണം തുടച്ചെടുക്കുക, ഒരു വെള്ളവും ബാക്കിയാവാതെ നല്ലോണം തുടച്ചെടുക്കുക. അതിനുശേഷം
പാത്രം ചൂടോടെ ഇരിക്കുമ്പോൾ തന്നെ, അതായത് ഇളം ചൂടിൽ ഉണ്ടാവുമ്പോൾ തന്നെ കുറച്ച് എണ്ണ പുരട്ടി വെക്കുക. നമ്മൾ ഈ എണ്ണ ഈ ഇളം ചൂടിൽ പുരട്ടി വെക്കുന്നത് റസ്റ്റിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പെട്ടെന്ന് തുരുമ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത്. ഒരിക്കലും നമ്മൾ ചൂട് ചട്ടിയിലേക്ക് തണുത്ത വെള്ളം ഒഴിക്കരുത്, പെട്ടെന്ന് തുരുമ്പ് പിടിക്കും. നമ്മളിപ്പം പ്രീ സീസൺഡ് അല്ലാത്ത കാസ്റ്റ് അയണാണ് വാങ്ങുന്നതെങ്കിൽ ഇതൊന്ന് സീസൺ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് നല്ല ഇളം സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലോണം കഴുകിയതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് നല്ലോണം തിളപ്പിക്കണം. അതായത് നല്ല പുകയൊക്കെ വരുന്നത് പോലെ നല്ലോണം ഒരു 15 മിനിറ്റ് ഇതിനെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. ഇതുപോലെ ഒരു 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. എങ്ങനെയാണ് കാസ്റ്റ് അയൺ സീസൺ ചെയ്യണത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ കാസ്റ്റ് അയൺ ചട്ടികൾ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. വീണ്ടും കുറേ നല്ല വീഡിയോസായിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.